സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുകയും ക്ലാസ്സിലേക്ക് അവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരിക്കൽ കൂട്ടം നമുക്ക് കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം ചിന്തിപ്പാൻ കർത്താവ് ഒരുക്കിയ വലിയൊരു അവസരത്തിനായി എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഗ് ആ എന്ന വാക്കിന്റെ ഒരർത്ഥം കൂടെ ചിന്തിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നു. പഴുക്കാത്ത പാകമാകാത്ത അത്തിപ്പഴം എന്നായിരുന്നു ആ പദത്തിന്റെ നമ്മൾ വിട്ടുപോയ ആ പദ അർത്ഥം. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ അതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച ആ ഭാഗം ഒന്ന് കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവഴുത്തിലെ പ്രാർത്ഥനകളൊക്കെ ഈ വിഷയത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. നമ്മൾ എല്ലാ പ്രാർത്ഥനയും പഠിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ കർത്താവിന്റെ പ്രാർത്ഥന, നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, അത് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ലോർഡ്സ് പ്രയർ, കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, അതെഴുതി അതേ ഭാഷയിൽ ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചും ടെഫ്ലത്ത് ഹ അഡോൺ എന്നാണ് ഇത് പറയുക. ടെഫ്ലത്ത് ഹ അഡോൺ വളരെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മൾ പൊതുവെ പെന്തക്കോസ്തുകാർ അത് ചൊല്ലാറില്ല. അതെന്തോ മാരകമായ അപകടം പോലാണ്. അത് കുറഞ്ഞ പക്ഷം ദൈവജനാണെന്നേലും ഓർത്താൽ മതി. സ്തോത്രം. നല്ല അർത്ഥവത്താണ് ആ പാട്ട്. അവിന്നു ശബശമായി മനോഹരമായ പാട്ടാണ്. ടാവോ മൽഖുത്ത് ഖാ യഹശി റെഡ് സോൻ ഖാ ശബശമായി കെൻബാത്ത് ആറെറ്റ്സ്. മനോഹരമായ പാട്ട്. ഞാൻ പിന്നീട് നമുക്കിതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്ന നല്ലതായിരിക്കും. കഴിയുന്നത് എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത്ര അനുഗ്രഹമായിരിക്കും. പോട്ടെ, ഇപ്പൊ നമ്മൾ പഠിച്ച ആവശ്യത്തിലേക്ക് വരാം. ഇത് എന്തുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകരുത്. ഷാജിപ്പാസൊക്കെ എപ്പോഴും പൗരോഹിത്യ ബന്ധനം വിട്ടിട്ടില്ല എന്നൊന്നും പറയരുത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. പോട്ടെ, നമ്മള് അതിന്റെ തലയാഴ്ചയിൽ ഒന്ന് പറഞ്ഞു വെച്ചത് പ്രാർത്ഥനയ്ക്ക് ഒരു ബിഗിനിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറെ കൂടെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ദിനവൃത്താന്തം 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത് വാക്യം. എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. കാണാതെ അറിയാവുന്ന വാക്യമാണല്ലോ. എങ്കിൽ കൂടെ ദിനവൃത്താന്തം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത് വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വാക്യം എടുത്തുനിന്ന് വായിച്ചൊരു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത് വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. മതി. പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ചില ഡോക്ട്രിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു വാക്യമാണിത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇപ്പൊ എന്റെ നാമം വിളിക്കപ്പെട്ട ജനമാണേലും അതിന്റെ അർത്ഥം ഭയങ്കരമാണേ. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ചർച്ചിലെ സന്ദേശം നൽകിയപ്പോൾ തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു എന്ന 23-ാം സംഘത്തിലെ വാക്യം, തിരുനാമ നിമിത്തം എന്ന് പറഞ്ഞാൽ നിന്റെ നാമനിമിത്തം, ആ പേര് നമ്മുടെ മേൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഗുണമല്ല. എഫേസ്യർ 4:30 വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു നമ്മൾ വായിക്കുന്നില്ലേ?
എന്താ പറയുമ്പോ തമ്പുരാന്റെ പേരടിച്ച് സീൽ ചെയ്ത് മാറ്റിയിട്ടേക്കുക. ആ പേര് നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് ഈ ഗുണമില്ല, അല്ലാതെ ഒന്നും പറയാനില്ല. ബിലോങ്സ് ടു മീ, എന്റേതാണെന്നുള്ളത് തമ്പുരാൻ ഉറപ്പിച്ച് നമ്മെ തനിക്ക് വേണ്ടി മുദ്രയിട്ട് മാറ്റിയിരിക്കുന്നു. അതാണ് നമ്മുടെ ശ്രേഷ്ഠത. അപ്പൊ ആ പേരുള്ള എന്റെ ജനം, ഇപ്പൊ ക്ലിയർ ആയോ? എനിക്കുള്ള ജനമായി ഞാൻ പേരടിച്ച് മാറ്റിയിട്ടിരിക്കുന്ന ആ എന്റെ ജനം, അവര് ചെയ്യേണ്ട കാര്യം ഒന്ന്, തങ്ങളെ തന്നെ താഴ്ത്തണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം, ദൈവത്തിലേക്ക് തിരിയണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാം. അതിനർത്ഥം അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെയാണ്. അപ്പൊ അവര് എന്റെ നാമം വിളിക്കപ്പെട്ട ജനമാണെന്നുള്ളത് മറന്നു പോകരുത്. ഇതൊക്കെ ഉണ്ടെങ്കിലും താഴ്ത്തിയിട്ടുമില്ല, ദൈവത്തെങ്കിലും തിരിഞ്ഞിട്ടുമില്ല, ഏറ്റു പറഞ്ഞിട്ടുമില്ല, ദൈവമുഖം അന്വേഷിച്ചിട്ടുമില്ല. പക്ഷെ ലേബലേ ഉള്ളൂ. ക്ലിയർ ആയോ? നമ്മളും അങ്ങനെയൊക്കെയാണല്ലോ. നമുക്ക് ലേബലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അവിടാണ് അതിന്റെ അപകടം ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് പതുക്കെ പോകാം. എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ആ കൊടുത്തിരുന്ന വാക്യത്തിന്റെ ഒന്ന്, സീക്ക് മൈ ഫേസ്, എന്റെ മുഖം അന്വേഷിക്കണം. ഹംബിൾ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ താഴ്ത്തണം, നിങ്ങൾ വഴി വിട്ട് തിരിയണം. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണേ. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ച, നമ്മൾ വേർപെട്ട ആരാധനയ്ക്ക് മാറിയപ്പോൾ നമ്മൾ എന്തെല്ലാം ഉപേക്ഷിച്ചോ അതെല്ലാം തിരികെ നമ്മുടെ ഇടയിൽ വന്ന് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നിപ്പോയി. ഇപ്പോ ഈ വധുവരന്മാർക്ക് ബ്രൈഡൽ മാർച്ച് മാത്രം ഉണ്ടായിരുന്നേ. ഇപ്പൊ മാർച്ച് മാറി ഡാൻസ് തുടങ്ങി. അവരുടെ കസിൻസ് ഡാൻസ് ചെയ്ത് സ്വീകരിച്ചുകൊണ്ടാണ് പെണ്ണും ചെറുക്കൻ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നത്. തുള്ളിച്ചാടി. നമുക്ക് പിന്നെ പണ്ടേ തുള്ളൽ ഉള്ളത് കൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ തുള്ളലിന് ഒട്ടും പുറകെ നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ, അല്ലേ? തുള്ളപ്രസ്ഥാനം കണ്ടുപിടിച്ചത് നമ്മളാണോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ പെണ്ണും ചെറുക്കനും തുള്ളിച്ചുകൊണ്ട് വരുന്നതിനകത്ത് വേണ്ടി വന്ന കല്യാണ നടത്താനുള്ള പാസും കൂടെ നൃത്തം ചെയ്ത് ശൈലുട്ടി എന്ന് കയറും. ഇപ്പൊ ആ പരുവത്തി വരെയായി. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലേ, കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് ഒരു ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു, പാസ്റ്റർ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ, എന്താ ചെയ്യണ്ടേ? കാരണം അവിടെ ഇപ്പോൾ ഒരു പ്രത്യേക ഉത്സവത്തിന്റെ സീസണൊക്കെ യൂറോപ്യൻ കൺട്രീസിലും ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള സംഭവമാണല്ലോ, അല്ലേ? അവിടെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല. സൈറ്റനിക് ഇമേജസ് ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. മനുഷ്യന്റെ തലയോട്ടിയും ബോൺസും ഒക്കെ വെച്ച് അതെല്ലാം വെച്ചുകൊണ്ടൊരു ആരാധനകളൊക്കെ. അപ്പം എന്നെ വിളിച്ച ആ സഹോദരൻ പറഞ്ഞത് അവരുടെ ചർച്ചില് പ്രഗ്നന്റ് ആയ ഒരു സഹോദരി ഉണ്ട്, ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് വരുന്നു. അപ്പം ആ സെലിബ്രേഷന് പാസ്റ്റ് തന്നെ മുൻകൈ എടുത്താണ് ബലൂൺ പൊട്ടിക്കാനൊക്കെ ഓടി വരുന്നത്. എന്നെ ഷവറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. നിങ്ങൾ എന്തിക്കും പുള്ളിക്ക് എല്ലാം അങ്ങ് വിമർശനമാണല്ലോ ഒന്നും. വിമർശനമൊന്നും അല്ല പ്രിയതേ. ഒരു തലമുറയെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ഹന്നാട് ചോദിച്ചാൽ അറിയാം. മനസ്സിലായോ? പെനീന നിന്ദിക്കുമ്പോഴും ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? അവൾക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെക്കാൾ ഞാൻ നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഹന്നയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം അവൾക്ക് തലമുറയെ കൊടുത്തപ്പോൾ തിരികെ ദൈവത്തിന് തന്നെ കൊടുത്തു. ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും എന്ന് പറഞ്ഞ് ശമൂവേലിനെ കൊണ്ട് ഏലിപ്പുറത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. പ്രാർത്ഥിച്ച് കിട്ടിയതിനെ പ്രാർത്ഥന കേട്ടവന് തിരിച്ചു കൊടുക്കുന്ന പ്രക്രിയ, അതായിരിക്കണം നമ്മുടെ ജീവിതം. പ്രാർത്ഥിച്ച് നേടിയതൊക്കെ ആരാണോ നമ്മുടെ പ്രാർത്ഥന കേട്ടത് അദ്ദേഹത്തിന് തിരികെ കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായും കടപ്പാടുള്ളവരായിട്ട് മാറുന്നത്. ഹന്ന അങ്ങനെ ചെയ്തത്. ശമൂൽ ബാലിനെ കിട്ടിയപ്പോൾ എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിച്ച് കിട്ടിയതാ. കൊച്ചിനെ പഠിപ്പിച്ച് കുറഞ്ഞ വർഷം എഞ്ചിനീയറെങ്കിലും ആക്കി. എനിക്ക് പറ്റാത്തത് കൊച്ചിനെ കൊണ്ട് നേടണം എന്നുള്ള ചിന്തയൊക്കെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് അങ്ങോട്ട് അങ്ങനെയാണല്ലോ, നമുക്ക് പറ്റാത്തത് പിള്ളേർ നേടണം എന്നുള്ള. അല്ല, അവരുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കാറില്ലല്ലോ. അവർക്ക് അതിന് ത്രാണി ഉണ്ടോ ഇല്ലോ എന്നൊന്നും നോക്കാറില്ല.
നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പിള്ളേരെങ്കിലും തീർച്ചയായിട്ടും പ്രോത്സാഹനമൊക്കെ വേണം. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഉദ്ദേശിച്ച അതല്ല. നിങ്ങൾക്കത് മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തെല്ലാം വേണ്ടെന്ന് വെച്ചു അതൊക്കെ ഇന്ന് നമുക്ക് സ്വീകാര്യമായി കഴിഞ്ഞു. ശരിയാണോ? യെസ്. ഇപ്പം അടുത്തൊരു മാസം കൂടെ കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർ വെളിപ്പെടുന്ന ഷാപ്പിലും ബാറിന്റെ മുമ്പിലുമാണ് നക്ഷത്രം ആദ്യം. കാരണം വിദ്വാൻമാർ അങ്ങോട്ട് വേണം ചെല്ലാൻ. അങ്ങോട്ട് ചെല്ലുന്നല്ല ഒരു വിദ്വാൻമാരാണ്, അത് നമുക്കറിയാമല്ലോ. സകല വിദ്വാൻമാരും നേരെ നക്ഷത്രം കണ്ട് അങ്ങോട്ട് ചെല്ലുക. സ്തോത്രം അല്ലേ? സെലിബ്രേഷൻ വരിക. ഇനിയിപ്പോ അടുത്ത ഒരു മാസം കഴിഞ്ഞ പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഇപ്പൊ തന്നെ അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെന്റുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് അതിനെക്കുറിച്ചൊന്ന് പറയാം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ക്രിസ്മസിനെ കുറിച്ചും കർത്താവ് ജനനത്തെക്കുറിച്ചും ഒക്കെ. നമ്മുടെ ടോപ്പിക്ക് വേറെ ആണെങ്കിലും അന്നേ ദിവസം ആ ആഴ്ചയിൽ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കണം എന്ന് എൻ്റെ മനസ്സിലെ ആഗ്രഹം. കർത്താവ് എവിടാ ജനിച്ചത്, എങ്ങനായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ക്ലാസ് പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. നമ്മുടെ അറിവനുസരിച്ച് കർത്താവ് ജനിച്ച് എവിടാന്ന് ആർക്കും അറിയത്തില്ല. വഴിയമ്പത് സ്ഥലത്തിൽ അത് കൊണ്ട് കെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്ന ഒക്കത്തില്ലല്ലോ. ഇത് എങ്ങാണ്ട് കുറ്റിക്കാട്ടി ജനിച്ചിട്ട് ഇവിടെ കൊണ്ട് കിടത്തിയതോ? നോ, അങ്ങനൊന്നുമല്ല. ജനിച്ച കൃത്യസ്ഥലം ഏതാന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. കൃത്യം. പിന്നെ ഞാൻ തെളിയിച്ചു തരാം പുസ്തകത്തിൽ നിന്ന്. അല്ലാതെ എങ്ങാണ്ട് ജനിച്ചിട്ട് സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ കൊണ്ട് കിടത്തി അത്രേ ഉള്ളൂ. നോ. യേശു ക്രിസ്തു പക്ഷേ ആ ജന്മം കൊടുക്കുന്ന മറിയുടെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ല. അത്രയ്ക്ക് വേദന ഉളവാക്കുന്ന സീനാണ് യേശു ക്രിസ്തു ജനനം സംബന്ധിച്ച്. അത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ തകർക്കുന്ന ഒരു രംഗമാണ്. എത്രമാൽ അപമാനിതയായി നിന്ദിക്കപ്പെട്ടു പോയെന്നുള്ളതൊക്കെ ഞാൻ അന്നേ ദിവസം പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് വേർപെട്ട കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചു അതെല്ലാം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. നമ്മളൊന്ന് ഈ ക്രിസ്മസിന്റെ കാര്യം ഓങ്ങിയോട് ഞാൻ പറയാം. ക്രിസ്തുമസും യേശു ക്രിസ്തു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. ഡിസംബർ 25 അല്ലല്ലോ യേശു ക്രിസ്തുവിന്റെ ജനനം. നോ, അത് ഇഷ്ടാദേവിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഞാൻ എന്നൊക്കെ പിന്നീട് പറയാമേ. അനാവശ്യമായി നമ്മുടെ ഇടയിൽ വന്ന് കയറിയ ആഘോഷങ്ങൾ മനസ്സിലായിക്കോണെന്ന് വിശ്വസിക്കും. ഡിസംബർ 25 സൂര്യദേവന്റെ ജന്മദിനമാണ്. തമ്മൂസ്. നമുക്ക് പുസ്തകത്തിൽ നോക്കാൻ തമ്മൂസ് ഉണ്ടോന്നൊക്കെ. അത് അന്ന് മതി, ഇപ്പോഴേ വേണം. ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്തൊക്കെ വേണ്ട എന്ന് വെച്ചോ അതെല്ലാം നമ്മുടെ ഇടയിൽ വന്നു കയറി എന്നുള്ളതാ. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത ഈ ഓണ സമയത്ത് ഒരു സുവിശേഷമില്ല. അതിന് ഓണവാരവേല എന്നാ പറയുന്നത്. ഓണവാരവേല. ഓണമില്ലെങ്കിൽ ആ വാരത്തിൽ വേലയില്ല. പോട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഈ വാക്യത്തിലേക്ക് ഞാൻ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല, സമയം കളയാൻ വേണ്ടിയിട്ടല്ല. ഈ വാക്യത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യേണ്ട, നമ്മള് വിട്ടു തിരിയേണ്ട പലതും ഉണ്ടെന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഇത്രയെല്ലാം പറഞ്ഞത്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് എങ്ങനെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പം എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവർ വഴികളൊക്കെ വിട്ടു മാറി അനുദപിച്ചു വരികയാണെങ്കിൽ ഞാൻ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തും എന്നാണ്. അവിടെയൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ തലവേദന മാറ്റുമെന്നല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദേശത്തിന് സൗഖ്യം വരുത്തും എന്നാണ്. അപ്പൊ ദേശത്തുണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റീസ്
പാൻഡമിക് ഓർ ദ സിക്നെസ് അല്ലെങ്കിൽ ഏതെങ്കിലും വയലൻസ്, ഇതിൻ്റെയൊക്കെ പിൻപിൽ ഈ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവർക്ക് ഒരു റോൾ ഉണ്ടെന്നുള്ളതാ. എങ്ങനെ? അത് ദേശത്ത് സംഭവിക്കുന്നതിന്റെ പിൻപിൽ നമ്മുടെ അകൃത്യങ്ങളുടെ കാരണമാകാം എന്നൊരു സൂചന അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായോ? നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ദേശത്തിന് സൗഖ്യം വരുത്താമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ദേശത്തിന്റെ സമാധാനത്തിനും സൗഖ്യത്തിനും നമ്മൾ മനം തിരിഞ്ഞു വരുന്നതും ദൈവത്തിന് നമ്മളെ തന്നെ താഴ്ത്തുന്നതും ഒക്കെ കാരണമാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ ഓർപ്പിച്ചു വന്നത്. നമ്മൾ ഓരോന്നും പതുക്കെ പതുക്കെ ചിന്തിച്ചു നോക്കാം. ഈ വേർപെട്ട ദൈവമക്കൾ, വേർപെട്ടവരാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ സഭയിൽ കേൾക്കാത്തൊരു സന്ദേശം ഉണ്ടെങ്കിൽ വേർപാടിന്റെ ഉപദേശമല്ലേ? വേർപാടിന്റെ ഉപദേശം കേട്ട് നാളെത്രയായി? ജീവിതത്തിൽ വേർപാട് പാലിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? രണ്ടിനും കൂടെ ഓടി നടക്കരുത്. ലോകത്തിനും അതേസമയം തന്നെ ആത്മീക കാര്യത്തിനും കൂടെ ഓടി നടക്കരുത്. അത് അബദ്ധമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആറന്മുള വള്ളങ്ങളുടെ മുമ്പിലും കാണും ഇല്ലേ? അതേ സമയം മാരാമൻ കൺവെൻഷന്റെ മുമ്പിലും പാട്ടുസം വിൽക്കാനും കൂടെ കാണും ചിലപ്പോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പൊതുവുള്ളൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാവില്ല, അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേ സമയം തന്നെ ഇംഗിലോ വിളിക്കാനും കാണും. നോ, പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് തന്നെ വർഷിപ്പ് ലീഡർ ആയിട്ടിരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം. സ്വോത്രം. ബ്രാഞ്ച് കമ്മിറ്റിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് പുള്ളി വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ അങ്ങ് പോ. നിങ്ങളെ ഈ നമുക്ക് ബാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഈ TPM കാരുടെ സഭായോഗത്തിനോ മീറ്റിങ്ങിന് വല്ലതും കൂടിയിട്ടുണ്ട്? TPM-ന്റെ അവിടെ തമ്പേറ് കൊട്ടാനും ചിഞ്ചിലും അടിക്കാനും അവിടെ ഇരിക്കുന്ന മദർമാരും സിസ്റ്റർമാരും മാത്രം അത് ചെയ്യും. ചിലപ്പോ താളവും നോക്കുകയല്ല, വിശ്വാസികൾ ഒരെണ്ണത്തിന്റെ കൈ കൊടുക്കുകയല്ല. അതെന്താ കാര്യം എന്നറിയാമോ? ഒരാഴ്ച മുഴുവൻ തന്നിഷ്ടപ്രകാരം ജീവിച്ചിട്ട് ഞായറാഴ്ച ഡും കൊട്ടാൻ വന്നാൽ അവർ തമ്പേറ് കൊടുക്കുകയല്ല. അതാ കാര്യം. ഇത് കൊട്ടാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ച ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒത്താലും ഒത്തില്ല, അവര് കൂട്ടിക്കോളും. അതാണ് അവരുടെ തിയറി. മനസ്സിലായോ? ഞായറാഴ്ച 2 മണി മുതൽ ശനിയാഴ്ച ഞായറാഴ്ച വെളുപ്പിനെ വരെ, പിറ്റേ ഞായറാഴ്ച വെളുപ്പിനെ വരെ എങ്ങനെയെല്ലാം ഓടി നടക്കാം, അങ്ങനെ ഓടി നടച്ചു. ഞായറാഴ്ച രാവിലെ വന്നേച്ച് ഹല്ലേലൂയ സാന്നിധ്യം റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞാലൊന്നും സംഗതി ഏൽക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു വേർപാട് ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? രാജാവിന്റെ തീന്മേശയിൽ ഇഷ്ടം പോലെ ഏറ്റവും ഡെലീഷ്യസ് റോയൽ ഫുഡല്ലേ? പക്ഷെ അവര് പറഞ്ഞു, രാജാവിന്റെ മേശ കൊണ്ടോ ഭോജനം കൊണ്ടോ മേശപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഡെലീഷ്യസ് ഫുഡ് കൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കയില്ല. അല്ലാതെ നമ്മളാണെ പറയാം, അങ്ങനെ വാക്യമുണ്ടല്ലോ, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നല്ലേ മനുഷ്യനെ അശുദ്ധമാക്കുന്ന, അല്ലാതെ നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലല്ലോ. പുതിയ നിബന്ധന വാക്യക്കെടുത്ത് നമ്മളാണ് വ്യാഖ്യാനിച്ചേ. സ്വോത്രം. പക്ഷെ ഇവര് പറഞ്ഞു, രാജാവിന്റെ മേശ കൊണ്ടും ഭോജനം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കയില്ല. വേർപാട്, എനിക്ക് അതൊക്കെ കുറെ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, എന്റെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് വേർപാടല്ല, പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓങ്ങി മാത്രം നിൽക്കുന്നത്. സ്തോത്രം. മറന്നു പോകരുതേ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ വേർപാട് പാലിച്ചിരിക്കണം. സമസ്ത മേഖലയിലും നമ്മുടെ എല്ലാ ഇടപാടും കണ്ടാൽ നമ്മൾ ആരാണെന്ന് ലോകത്തിന് ബോധ്യമാകണം. മനസ്സിലായോ? നമ്മുടെ പോക്കും വരവും രീതിയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണം ആരാന്നുള്ളത്.
ഞാൻ മുമ്പ് ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ? ശൂന്യംകാരത്തി പെങ്കൊച്ചു പറഞ്ഞില്ലേ, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. ആരെക്കുറിച്ച് പറഞ്ഞതാണ്? എലീശയെ കുറിച്ച് പറഞ്ഞതാ. ഞാൻ എപ്പോഴും പറയും, എലീശ പ്രവാചകനല്ലേ? ആണല്ലോ. നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ തീറുകൈ ദൂത് വന്നൊരു പ്രവാചകനാണെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണോ പറഞ്ഞത്? ശക്തനായ ദൂത് പറയുന്ന ഒരാലോചന പറഞ്ഞ കൃത്യം പച്ചലയും കത്രികയും പോലെ. എന്നെ ശൈലിയാ നോക്കണം, പച്ചലയും കത്രികയും എന്തോ കോമ്പിനേഷനാ അത്. എന്നാൽ നമ്മൾ അങ്ങനെ പറയും, പച്ചലയും കത്രികയും പോലെ. അതിന് നീ ചുമന്നലയും കത്രിക ആയാലും കുഴപ്പമില്ല. അത്ര കൃത്യമായ ദൂത് പറഞ്ഞ പ്രവാചകനാണെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. പക്ഷെ ഇവള് പറഞ്ഞത് അവൻ പ്രവാചകനാണെന്നല്ല, വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായോ? അവളെ ആകർഷിച്ചത് എലീശയുടെ പ്രവചനമല്ല. He was attracted not by his prophecy, rather by his holiness. അവന്റെ പ്രവചനമല്ല അവളെ അട്രാക്ട് ചെയ്തത്, മറിച്ച് അവൾക്ക് ബോധ്യമായാൽ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ഞാൻ എപ്പോഴും പറയട്ടെ, നമ്മളെ കുറിച്ച് നമ്മൾ അങ്ങനെ പ്രസിദ്ധനായ കർത്തദാസനാണെന്നൊന്നും പറയണ്ട. നമ്മൾ പിന്നെ ഈ എക്സാഗ്രേറ്റ് ചെയ്യാൻ നമ്മളെ പോലെ മിടുക്കര് വേറെ ഇല്ല. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലും, വേണമെങ്കിൽ വിദേശത്തിന് പുറത്തും കൂടെ വേണമെന്ന് നമ്മൾ പറഞ്ഞു കളയും. കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ. ദാസൻ എങ്ങനെയാ ശ്രേഷ്ഠനാവുന്നത് എനിക്കറിയാൻ മേല. അല്ല, നിങ്ങൾ എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കില്ലേ? നമ്മൾ ഈ ശ്രേഷ്ഠദാസൻ എന്ന് പറയുമ്പോഴേ ദാസൻ എങ്ങനെയാ ശ്രേഷ്ഠനാണ്? ദാസൻ എപ്പോഴും ദാസൻ തന്നെയല്ലേ? അല്ലേ? കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നത്. കർത്തൃദാസൻ, കർത്താവിന്റെ ദാസൻ. ഓക്കെ. നികരുതി അവരെ ആദരിക്കുകയോ മാനിക്കുകയോ ചെയ്യുന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്ത് വല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോകുന്നു. പോട്ടെ, ഞാൻ ഒത്തിരി അങ്ങ് നമ്മുടെ സബ്ജക്റ്റ് നിന്ന് അകന്നു പോകുന്നുള്ളൂ. ഞാൻ ആ പറഞ്ഞത് കട്ട് ചെയ്തിട്ട് ഞാൻ വേഗം മടങ്ങി വരാം. ശ്രദ്ധിക്കണേ, ഇവിടെ ദൈവം കൃത്യമായ ഒരു ദൂത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ഒന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം. എലീശയുടെ കാരണമൊക്കെ പിന്നെ എപ്പോഴും പറയാമേ, അത് എന്റെ പുറകെ പോയാൽ ഒക്കത്തില്ല, നമുക്ക് ആ പോയിന്റ് കിട്ടുമല്ലോ, അത് മതി. എന്താണ് കാരണം? ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ വഴി വിട്ട് തിരിയണം, ദൈവമുഖം അന്വേഷിക്കണം, നിങ്ങളെ തന്നെ താഴ്ത്തണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ തന്നെ താഴ്ത്തുക എന്നാണ്. അതിന്റെ അർത്ഥം എന്നറിയാമോ? അനാവ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ആശയം, the other person is greater than me. താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ: ഞാൻ അഭിലാഷ് വാസിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങ് കൂനിക്കൂടി നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ഞാൻ മനസ്സിലാക്കണം, കർത്തദാസൻ അഭിലാഷ് എന്നെക്കാൾ എത്രയോ ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോഴാണ് ഞാൻ വിനയമുള്ളവനായി താഴ്മയുള്ളവനായിട്ട് മാറുന്നത്. അത് തന്നെയാ കർത്താവും പറഞ്ഞത്, കൗണ്ട് others greater than you. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണണം. അങ്ങനൊരു മനോഭാവം ഉണ്ടാകുന്നതിന് ഈ താഴ്ത്തുക എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഈ പറഞ്ഞത്. മാത്രമല്ല, അതിനകത്ത് വേറൊരു ഭാഗം കൂടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് റിലേഷണൽ ബ്രേക്ക് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളാണ് കുറ്റക്കാരനെന്ന് മറ്റേ ആള് ചിന്തിക്കുന്നു. ഒരു വിഷയം വന്നപ്പോ നമ്മളാണ് കുറ്റക്കാരൻ അന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകത്തക്ക നിലയിൽ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്, എന്തു ആയിക്കോട്ടെ, അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിഞ്ഞാൽ
മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എല്ലാറ്റിനും കുറ്റം മറ്റുള്ള പേർ ചുമത്താതെ കർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടാ മുഴുവൻ ഏറ്റെടുത്തത്? ക്ലിയർ ആയോ? കർത്താവ് തെറ്റ് ചെയ്തിട്ടാണോ മുഴുവൻ കുറ്റം ഏറ്റെടുത്തത്? അല്ല. ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ, പരിഹരിക്കാൻ, ഇത് പറ്റിപ്പോയി, അതെന്റെ മിസ്റ്റേക്കാണ്, വിട്ടുകളാ എന്ന് സ്വയം അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ ദേശത്തിനുണ്ടായ അനർത്ഥത്തിന്റെ പിൻപിൽ ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് ഓർ മൈ ബാഡ് എന്ന് അംഗീകരിക്കാൻ കഴിയണം. ഈ കോൺടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ദേശത്തുണ്ടായ അനർത്ഥത്തിന്റെ മുൻപിൽ, ദേശത്തുണ്ടായ കലാമിറ്റിയുടെ പിന്നിൽ അത് എന്റെ കുറ്റമാണെന്ന് അംഗീകരിക്കാൻ. ഒന്നുകൂടെ പറയാം, സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചു ഉണ്ടാക്കാൻ പാടില്ലാത്ത പലതും നടന്നു. നമുക്കൊരു തിരിച്ചറിവുണ്ടാണ്, ദൈവമേ അതെന്റെ മിസ്റ്റേക്കാണ്, എന്റെ കുറ്റം കൊണ്ടാണ്. പ്രശ്നക്കാര് വേറെ കുടുംബക്കാരായിരിക്കാം, പക്ഷെ നമുക്കൊരു മനോഭാവം ഉണ്ടാകണം, അതെന്റെ കുറ്റം കൊണ്ടാണ്, ഞാൻ കെയർ ചെയ്തില്ല, ഞാൻ ഇന്റർസീഡ് ചെയ്തില്ല, ഞാൻ സീരിയസ് ആയി കണ്ടില്ല, ഇതെന്റെ സഭയാണ്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, ഉണ്ടായി കഴിഞ്ഞല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഓരോ പ്രാർത്ഥനയും കർത്താവേ, ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന പ്രാദേശിക സഭയിൽ എന്നും സ്വസ്ഥതയും സമാധാനം ഉണ്ടാകണമേ, ഐക്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, വിശ്വാസികൾ തമ്മിൽ നല്ല ഏകീകരണത്തിലായിരിക്കണം കർത്താവേ, ഇടർച്ച വരുത്തുന്ന സകല പ്രതിബന്ധങ്ങളെയും കർത്താവ് നീക്കണമേ, ഞാനതിനു വേണ്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. സഭയുടെ വിഷയത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ തന്നെ പ്രതികരിക്കും. അയ്യോ, എന്റെ കുടുംബത്തുണ്ടായ ഈ വിഷയത്തിന്റെ പിന്നിലെ കുറ്റക്കാരൻ ഞാനാണ്, ഞാനത് കാത്തില്ലല്ലോ. തോട്ടത്തിൽ പിശാചു വഞ്ചിച്ചു, വഞ്ചിക്കപ്പെട്ടത് ഹവ്വയാണെങ്കിലും ആദാം സ്വയം ആ കുറ്റം ഏറ്റെടുക്കുകയല്ലേ ചെയ്തത്. ഒന്നാം ആദാം ചെയ്ത അതേ പ്രവൃത്തി തന്നെ ഒടുവിലത്തെ ആദാമും ചെയ്ത് സകലത്തിനും പരിഹാരം വരുത്തിയതുപോലെ. ക്ലിയർ ആകുന്നുണ്ടോ? റിലേഷൻ ബ്രേക്ക് ഉണ്ടാകാതെ അത് പരിഹരിക്കാൻ, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ മൂലമാണെന്ന് പറഞ്ഞ് അതിനെ പരിഹരിക്കാൻ ഒരു മനസ്സ് വെക്കുമ്പോൾ, താഴ്ത്തുക എന്ന് പറയുമ്പോൾ ഒന്ന് താന്നു കൊടുത്താൽ, ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ പരിഹരിക്കപ്പെടുന്ന 100 പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം, പാസ് ഒരു പ്രാവശ്യം ഒന്ന് സോറി പറഞ്ഞിരുന്നെങ്കിൽ സഭ തകർന്നു പോകാതെ ധാരാളം കുടുംബങ്ങൾ ഇന്ന് നിലനിൽക്കേണ്ട ഒരു സഭ എനിക്ക് നേരിട്ടറിയാം. സഭയിലൊരു വിശ്വാസി പറഞ്ഞു, പാസ് ഇത്രയും മിസ്റ്റേക്ക് വന്നിട്ടും പാസ് എന്റെ ഭാഗത്തൊരു അബദ്ധമാണെന്നോ തെറ്റാണെന്നോ പറയാനുള്ള മനസ്സ് പാസ്റ്റർക്കില്ലാതെ എങ്ങനെ തീരുമാനം നടത്താൻ പറ്റുമെന്ന് ഒരു വിശ്വാസി നേരിട്ട് ചോദിച്ചു. ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനും ഒരു തകർച്ച ഇല്ലാതാക്കാനും നമുക്കതിന്റെ എന്താ പറയാ കുറ്റങ്ങളൊന്നും നമ്മൾ മനസ്സാവാതെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ പോട്ടെ, ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി, സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതാ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്നത്. ഇല്ല, സമാധാനം കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന സംഗതി ഒന്നും അല്ലല്ലോ. സ്തോത്രം. നമ്മളെ തന്നെ താഴ്ത്തുക. നമ്മൾ താഴ്ത്തുന്നത് എങ്ങനെയെന്നറിയാം? ഇനിയിപ്പോ ഇതിപ്പോ ഒക്ടോബർ തീരാറായി, ഒരു മാസം കൂടെ ഡിസംബർ ലാസ്റ്റ് ആട്ടാ. താഴ്ത്തുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം. അയ്യോ, 31-ാം തീയതി 12, അതോ ചിലര് പറയുന്നത് ഈ 11:58 ആകുമ്പോഴത്തേക്കിന് സ്വോത്രം പറഞ്ഞും പാട്ടുപാടി അല്ലെങ്കിൽ സംഗീതത്തിന് വായിച്ചൊക്കെ എന്നിട്ട് നിൽക്കുമല്ലോ. 12 സൂചിയാകുമ്പം നമ്മൾ ഒരു കാലത്ത് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ പുതുവർഷത്തിലേക്ക് കയറിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായ സഭ എനിക്കറിയാം. ഇതൊക്കെ എവിടുന്ന് വരികയാണെന്ന് ആർക്കറിയാം? കണ്ടോ, ആത്മാവിലാണെങ്കിലും അന്ധവിശ്വാസം വിട്ടിട്ടില്ല. നിൽക്കുന്നിടത്തുനിന്ന് ഒരു കാലത്ത് മുന്നോട്ട് വെച്ച് പുതുവർഷത്തിലേക്ക് കയറണമെന്ന് എനിക്കറിയാമല്ലോ എന്തൊക്കെയാ കാണിക്കുന്നത്.
സ്വോത്രം. അന്നാണ് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. നേരത്തെ 7:30 ആകുമ്പോഴേ സാക്ഷ്യം തുടങ്ങി, എന്നാലേ 12 മണിയാകുമ്പോൾ തീർത്തുള്ളൂ. കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ടല്ലോ, അല്ലേ? കഴിഞ്ഞ വർഷം ദൈവം എന്നെ അത്ഭുതമായി നടത്തി, എല്ലാ ദോഷം വിടുവിച്ചു. നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണു പോകാതെ താന്നു പോകാതെ ദൈവനെ നിലനിർത്തി. ആവോളം കർത്താവിന് വേണ്ടി നീ അധ്വാനിപ്പാൻ ആഗ്രഹിക്കുന്നു. അനാവശ്യമായ കൃപ ദൈവം തരേണ്ട ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, നമ്മൾ പറയത്തില്ല. കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതായ അവസരങ്ങളിൽ എനിക്ക് പലതും അതിനെക്കുറിച്ച് പറയുവാൻ തൊക്കണമായി ഇടയാത്തീരുവാൻ തൊക്കണം സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുള്ളൂ. സ്വോത്രം. നമ്മളൊരു അളിഞ്ഞ ഭാഷ, അല്ലേ? കഴിഞ്ഞ ചില മാസങ്ങളായി റാന്നിയുടെ പ്രദേശങ്ങളിൽ, അതെവിടെ റാന്നിയുടെ പ്രദേശം? അല്ല, എനിക്കറിയാൻ മേലത്തോട് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെയാ പറയുന്നത്. റാന്നിയുടെ പ്രദേശങ്ങളിൽ അധ്വാനിപ്പാൻ തക്കവണ്ണമായി ഇടയാത്തീരുവാൻ തക്കവണ്ണം സാധിച്ചു. കണ്ടോ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാതെ വർത്തമാനം പറഞ്ഞൊരു വർഗം ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ ബന്ധുക്കോസുകാർ മാത്രമേ ഉള്ളൂ. ഒരു സെന്റൻസ് ആഖ്യാതം ചേർത്ത് ഒരു സെന്റൻസ് മുഴുവനായിട്ട് നമ്മൾ പറയത്തില്ല. നമ്മുടെ ഒരു രീതിയാണത്. പോട്ടെ, കഴിഞ്ഞ ചില വർഷങ്ങളായി പോട്ടെ, എനിക്ക് പലതും മനസ്സിൽ വരും, ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥമാക്കുന്നത്. ഞാൻ അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഓർഡറിൽ പറഞ്ഞു വരാമേ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ വഴി വിട്ട് തിരിയണം. വഴി വിട്ട് തിരിയണം. ഞാൻ ആ വഴി വിട്ട് തിരിയുന്നതിന്റെ എബ്രായ ഭാഷയിലെ പദം മുമ്പ് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സാധ്യതയില്ല, ഞാൻ പറയാം. ചെഷുവ എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ആ ചെഷുവ എന്ന പദമാണ് മാനസാന്തരത്തിനും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ആ പദത്തിന്റെ അർത്ഥം, ചെഷുവ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: അതുവരെ പാർത്തിരുന്ന, നമ്മളായിരുന്ന ആ എക്കോസിസ്റ്റം വിട്ട്, നമ്മൾ പാർത്ത ആ അന്തരീക്ഷം വിട്ട്, വീട് വിട്ട് നമ്മൾ ആദ്യം അതിന് പുറത്തിറങ്ങണം. എന്നിട്ട് അതുവരെ പാർത്ത ആ വീടിന് നമ്മൾ തീ വെക്കണം, അതിനെ കത്തിക്കണം. എന്നുവെച്ചാൽ അവിടെ വിട്ട് ഓടിപ്പോകണം. ആ ഓടിപ്പോകുമ്പോ വിളിച്ചു പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇങ്ങോട്ടില്ല. അത്രയും ചെയ്യുന്നതിനാണ് ചെഷുവ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വിട്ടുതിരിയാന്ന് പറഞ്ഞാൽ ഇതാ. മനസ്സിലാകുന്നുണ്ടോ? മാനസാന്തരം ഉപേക്ഷിക്കലല്ല, വിട്ടുതിരിയുന്നതാ. ഉപേക്ഷിച്ചാൽ പിന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെ ആ പഴയതിലേക്ക് ഒരു മടങ്ങിപ്പോക്കിന് അവസരമില്ലാത്തതാണ് മാനസാന്തരം. അതെന്താ? നമ്മൾ അതുവരെ പാർത്തിരുന്ന നമ്മുടെ ആ എന്താ പറയാ സറൗണ്ടിങ്സിനെ, ആ എക്കോസിസ്റ്റത്തെ, നമ്മൾ പാർത്ത ആ വീടിനെ നമ്മൾ തന്നെ തീ വെച്ചില്ലേ? അത് കത്തിക്കരിഞ്ഞ ചാരമായി. നീ എങ്ങനെയാ പഴയലോട്ട് പോണേ? എന്നാലും നമ്മൾ ആത്മാവിൽ നിറഞ്ഞു പറയും, എന്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം നീ ഇപ്പോഴും ആ വീട് തീ കത്തിച്ചിട്ടില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അതിന്റെ തിണ്ണേക്കറി ഇരിക്കാറുണ്ടെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായോ? പോന്നു പറവോന് ഞാൻ അടിമല്ലെന്നൊക്കെ പാടുന്നുണ്ടെങ്കിലും പുള്ള തിണ്ണയിരുന്നുണ്ടായി പാടുന്നേ. പോന്നിട്ടില്ല. പോന്നെങ്കിൽ എങ്ങനെയാ? എനിക്കതൊരു പഴയ അനുഭവം ഇല്ലല്ലോ, അത് തീർന്നില്ലേ? മനസ്സിലായില്ല? കണ്ടാലും സർവം പുതിയതായി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. കണ്ടാലും സർവം പുതിയതായി. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song,
praising my Savior all the day long. പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാല് സർവം പുതിയതായി. അപ്പൊ പഴയതെല്ലാം കരിച്ചു കളഞ്ഞ് ആ വീട് തീ വെച്ചിട്ടല്ലേ പോന്നത്. അതെല്ലാം കത്തിച്ചെന്ന് പറഞ്ഞാൽ ഒരു റൂം മാത്രം മാറ്റിയിട്ടിരിക്കുക. അത് വല്ലപ്പോഴും ഒന്ന് ചാടിക്കയറാനായിട്ട് വന്നാൽ, അപ്പൊ കത്തിക്കുമ്പോ മുഴുവൻ കത്തിക്കണം, ഒന്നും മിച്ചം വെച്ചേക്കരുത്. മനസ്സിലായോ? എന്നുവെച്ചാൽ അവിടെ നിന്ന് ഓടിപ്പോണ സരി മാറി നിൽക്കല്ലേ. എന്നിട്ട് ഉറക്ക ലോകത്തോട് വിളിച്ചു പറയണം, ഒരിക്കലും ഇനി പഴയ തട്ടകത്തിലേക്ക് ഞാൻ ഇല്ല. അതാണ് വഴി വിട്ടു തിരിയുക എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം എന്നല്ലേ? വിട്ടു തിരിയണം. അപ്പൊ പ്രാർത്ഥനയിൽ ഒരു ദൈവപ്രസാദം നാം പ്രതീക്ഷിക്കുന്നു എന്ന് വരികിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാമ്പലാക്കാതെ എന്തെങ്കിലുമൊക്കെ കടപ്പുണ്ടെങ്കിൽ അതിനെല്ലാം കത്തിച്ചേ പറ്റൂ. അതെല്ലാം അവിടെ ഇവിടെ എല്ലാം എടുത്ത് വെച്ചുകൊണ്ട് തീ കത്തിക്കാന്ന് പാടിയാൽ ഒന്നും കത്തുകയില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല മഴക്കാലം കൂടെയാ. ഞാൻ ആലോചിക്കുക, ഒരു ചുഴലിക്കാറ്റ് വരുന്നു, അതിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാവോ? ഇന്ന് രാത്രിയിൽ നാളെയൊക്കെ ആയിട്ട് ആന്ധ്രയിലും ഒറീസയെ കൂടെ ഒക്കെ കയറിഞ്ഞ് വരുമെന്നാ പറയുന്നേ. അത് വരുന്നതിനല്ല, അതിനൊരു പേരിട്ട്, അതാ സഹിക്കാൻ വയ്യാത്ത ചുഴലിക്കാറ്റിന്റെ പേര്. ഇന്ന് വരെ റീത്തായും കത്രീനാന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പേര് ആദ്യം കേൾക്കുക. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നു ആ ചുഴലിക്കാറ്റിന്റെ പേരെന്താന്ന്? നമ്മളെല്ലാം കണ്ടുകൊണ്ടിട്ട പേരാണെന്ന് എനിക്ക് സംശയമുണ്ട്. മോന്ത. ചുഴലിക്കാറ്റിന്റെ പേരാ, നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? സ്വോത്രം. അപ്പൊ ഞാൻ പറഞ്ഞാ ചോദിച്ചു കഴിഞ്ഞാൽ, കത്തിക്കാതെ എന്തെങ്കിലുമൊക്കെ മാറി എവിടെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് മുഴുവനും ചാരമായേ പറ്റൂ, കത്തിച്ചേ പറ്റൂ. അല്ലാതെ ഒരു രക്ഷയില്ല. മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഇനി ഒരിക്കലും ആ പഴയ തട്ടകത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവിടം വിട്ടോടിപ്പോകണം. ദാറ്റ് ഈസ് വാട്ട് കോൾ സെപ്പറേഷൻ. ഒരു വേർപാട് അതിനിടയ്ക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. റോമാലേഖനം വായിക്കുമ്പോൾ thou shalt not be conformed to this world. ഈ ലോകത്തോട് അനുരൂപമാകരുതെന്ന, ലോകം കാണിക്കുന്ന എല്ലാം ഒപ്പിച്ച് ദൈവമക്കൾ അങ്ങനെ കാണിക്കാൻ പോകരുത്. എല്ലാത്തിലും മാന്യമായ നിലയിലായിരിക്കണം. ദൈവമക്കളുടെ സകല പ്രവൃത്തിക്കകത്തും അവരാരാന്നുള്ള ഐഡന്റിറ്റി തെളിയിച്ചുകൊണ്ട് വേണം സകലതും ചെയ്യാൻ. ക്ലിയർ ആകുന്നുണ്ടോ? സ്വോത്രം. കല്യാണമൊക്കെ സിനിമ ഷൂട്ട് പോലെ ആകരുത്. നിങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യ, നമ്മുടെ കല്യാണമൊക്കെ നിയന്ത്രിക്കുന്ന ആരാ? പാസ്റ്റർമാരാണോ? അല്ലല്ലോ. ക്യാമറമാൻമാരില്ലേ? അതെ. പാസ്റ്റർ വേദോസം പിടിച്ചു നിൽക്കുക ഇങ്ങനെ. സ്വോത്രം. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ വിട്ടുകളയേണ്ടതിനെ എന്നേക്കുമായി വിട്ടുകളഞ്ഞ് ക്ഷേഷുവ അതിനെ ചാമ്പലാക്കിയേ പറ്റൂ. നോ മോർ എക്സ്ക്യൂസസ്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അവരോട് പറയുക, ദേശത്തിന് സൗഖ്യം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ വിട്ടുകളയാൻ മനസ്സില്ലാതെ വെച്ച നിങ്ങളുടെ പഴയ സ്വഭാവത്തൊക്കെ എന്നേക്കുമായി കത്തിച്ച് കളഞ്ഞേ പറ്റൂ. എന്നിട്ട് നിങ്ങൾ ഓടിപ്പോകണം. ഇനി പഴയതിലേക്ക് ഒരു മടങ്ങി വരവില്ല. അങ്ങനെ വരുമ്പോൾ 3 കാര്യങ്ങൾ. 1, ക്യാരക്ടർ ഡിസോർഡർ. നമ്പർ 2, ആറ്റിറ്റ്യൂഡൽ സിൻ. നമ്പർ 3, സ്പിരിച്വൽ സിക്നെസ്. 3 കാര്യങ്ങളാണ്. ക്യാരക്ടർ ഡിസോർഡർ, സ്വഭാവ വൈകൃതം. ഞാൻ എപ്പോഴും ഇത് വിശദീകരിക്കുന്നില്ല. ആറ്റിറ്റ്യൂഡൽ സിൻ, ഞാൻ പിന്നെ അത് എടുക്കാം ആ പോയിന്റൊക്കെ. 3, സ്പിരിച്വൽ സിക്നെസ്, ആത്മീക രോഗങ്ങൾ. ഇതിന് 3നും പരിഹാരം വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ ഒക്കൂ.
ക്യാരക്ടർ ഡിസോർഡർ, ആറ്റിറ്റ്യൂഡൽ സിൻ, സ്പിരിച്വൽ സിക്നസ്. ഇത് മൂന്നും ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. ക്യാരക്ടർ ഡിസോർഡർ, ആറ്റിറ്റ്യൂഡൽ സിൻ, സ്പിരിച്വൽ സിക്നസ്. ഇത് 3നും പരിഹാരം വരണം. സ്വഭാവ വൈകൃതം, അതൊക്കെ ഒരു വലിയ സബ്ജക്റ്റ് ആണ്. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മുടെ വിഷയം പ്രാർത്ഥനയാണല്ലോ. ഇപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ വിട്ടു തിരിയുമ്പോൾ ഈ 3 മേഖലകളിൽ ഒരു പരിഹാരം ഉണ്ടാകും. നമ്മുടെ ക്യാരക്ടർ ഡിസോർഡർ ഒക്കെ മാറും. ആറ്റിറ്റ്യൂഡൽ സിൻ, തമ്പുരാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം അത്. സ്പിരിച്വൽ സിക്നസ്, ആത്മീക രോഗങ്ങൾ. നിങ്ങൾ ആ 3 പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് വിശദീകരിക്കുന്നില്ല. വിട്ടുതിരിയുമ്പോൾ ഈ 3 മേഖലയ്ക്കും പരിഹാരം ഉണ്ടാക്കുന്നു മാത്രം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം. ദൈവം വെച്ച് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അതിന്റെ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് തരാം. രണ്ടാമത്തെ കാര്യം, സീക്ക് മൈ ഫേസ്, എന്റെ മുഖം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ആ മുഖം അന്വേഷിക്കുക എന്നുള്ളത് എബ്രായ ഭാഷ ബാക്കസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കസ് അർത്ഥം ബെഗർന. ബെഗർ, ഒരു ബെഗർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കുന്ന അനുഭവം ഇല്ലേ? അങ്ങനെ നോക്കണം. എന്റെ മുഖം അന്വേഷിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ നോക്കി തന്റെ അടുത്തോട് നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞു. എന്റെ മുഖം അന്വേഷിക്കുന്നു എങ്കിൽ എങ്ങനെ? ഞാൻ അതിനൊരു വാക്യം, ഒന്നല്ല 2-3 വാക്യങ്ങൾ എടുക്കണേ. സദൃശവാക്യം 8-ാം അധ്യായം ഞാൻ എടുക്കാം. 31 മുതലുള്ള വേദഭാഗം ഒന്ന് എടുക്കണേ. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം അതിന്റെ 38. Proverbs chapter 8 verses 31 onwards. വായിച്ചു ആന്റി. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പീൻ. അതിനെ ത്യജിച്ച് കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ വാക്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ അതിന്റെ എല്ലാ 31 മുതൽ നമുക്ക് വേണ്ടതാണ്. എങ്കിലും പ്രധാനമായിട്ടും അതിന്റെ 34-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കണ്ടോ ആ വാക്യം ശ്രദ്ധിക്കണേ. 34 വാക്യം വായിച്ചെങ്കിലും ഞാൻ അവിടെ പോയി തുടങ്ങുന്നില്ല. 34-ാമത്തെ വാക്യം ഒന്ന് എടുത്താൽ, ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ ആരാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഈ വേദോസ്തകത്തിന്റെ ഒരു വാക്യം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു ആകത്തുക കിട്ടാതെ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് പോകരുത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രസിദ്ധരായ ആളുകൾ പോലും പറയും ഈ തിരുവെഴുത്ത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, അതനുസരിക്കുന്നവനും ഭാഗ്യവാൻ. വായിച്ചാ ഗുണം, കേട്ടാ ഗുണം, അനുസരിച്ചാ ഗുണം എന്നാര് പറഞ്ഞു?
തെളിവുണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ. ഓക്കെ, 1-ാം അധ്യായത്തിൽ പറഞ്ഞത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവൻ ഭാഗ്യവാൻ, അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. 1-ാം അധ്യായത്തിൽ അങ്ങനല്ലേ? അതെ. എന്നാ 22-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 7-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടാ ഇല്ലേ? അപ്പൊ കേട്ടാ ഗുണം ഇല്ലേ? തുടക്കത്തിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. കേൾക്കുന്നവൻ ഭാഗ്യവാൻ, വായിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കൺക്ലൂഷൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? വായിച്ചതൊന്നും ഗുണമില്ല, കേട്ടതൊന്നും ഗുണമില്ല. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ മാത്രം ഭാഗ്യവാൻ. ഞാനതാ പറഞ്ഞേ, 1-ാമത്തെ ഒരു വാക്യം കണ്ടുകൊണ്ട് അത് ജാടിയെടുത്തോണ്ട് ദൂതുമായിട്ട് ഇറങ്ങരുത്, മൊത്തം വായിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം. നമ്മൾ 1-ാം അധ്യായത്തിൽ പ്രിയരേ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നും പറഞ്ഞ് നമ്മളൊരു വൈബ്രേഷൻ ഒക്കെ ഇട്ട് ഒരു അന്തരീക്ഷം ഇട്ട് അങ്ങ് പോവാൻ. നോ, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും തർക്കിക്കുന്നില്ല. പക്ഷേ പറഞ്ഞ ലാസ്റ്റ് അതിന്റെ കൺക്ലൂഷൻ പറയുന്നുണ്ട്. ഞാൻ ഇത്തരം കാര്യമൊക്കെ പറഞ്ഞല്ലോ, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ ഗുണം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞതെല്ലാം പ്രമാണിക്കുന്നവൻ മാത്രം ഭാഗ്യവാൻ. അത് പാസ്റ്ററെ അങ്ങനെയല്ല, പ്രമാണിക്കുന്ന മാത്രമല്ല, അത് കേൾക്കുന്നവനും വായിക്കുന്നവനും ഒക്കെ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ സുകുമാർ അഴീക്കോട് അനുഗ്രഹിക്കപ്പെടുന്ന പോലെ വേറെ ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടും? 18 പ്രാവശ്യം ബൈബിൾ വായിച്ച കക്ഷിയാ സുകുമാർ അഴീക്കോട്. പുള്ളി ആത്മാവിൽ നിറഞ്ഞാ നടന്നല്ലേ? ആണോ? അല്ലല്ലോ. ഇനിയിപ്പം പാസ്റ്റർമാര് സംസാരിക്കുന്നതിനേക്കാൾ വചനം കൃത്യമായി സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുള്ളി അഭിഷേകം പ്രാപിച്ച ആളല്ലേ? പുള്ളി എങ്ങനെ നിത്യതയെ കാണുമായിരിക്കുമല്ലോ. പുള്ളി വായിക്കുന്നതും സദസ്സിലൊക്കെ പ്രസംഗിക്കുന്നതും കേട്ട് കഴിഞ്ഞാൽ, എന്നാലും തിരുമേനി പറഞ്ഞു VD സതീശൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ബൈബിൾ എന്ന് പറയാൻ പേടിയാണ്. അത്ര കൃത്യമായിട്ടാണ് പുള്ളിക്ക് കാര്യങ്ങൾ അറിയാവുന്നത്. പക്ഷെ ഗുണമില്ലെന്ന്, അതാ ഞാൻ പറഞ്ഞേ. വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ കാര്യമായില്ല. മനസ്സിലായല്ലോ? അലഫ് മുതൽ താവ് വരെ ആയിരിക്കുന്നവൻ പറഞ്ഞ കൺക്ലൂഡ് ചെയ്യുമ്പോ പറയും, ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ മാത്രം ഭാഗ്യവാൻ. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് ബോർ അടിക്കുമെങ്കിലും ഞാൻ പറയാം. ഒരു വാക്യം എടുത്ത് വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥം പറയാൻ പോകുമ്പോൾ അത് മൊത്തം ഒന്ന് വായിക്കാതെ ഒരു കാരണവശാലും വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥം പറയാൻ പോകരുത്. അത് അപകടം വിളിച്ചു വരുത്തും. എല്ലാവരും ശ്രദ്ധിക്കുമൊന്നുമില്ല, അത് വേറെ കാര്യം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞ് അവതരിപ്പിച്ചാലും തുള്ളാനും കൈയടിക്കാനും ആള് കാണുന്നത്രയും കാലം നമുക്കിതൊന്നും ഒരു വിഷയമേ അല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഫേസ്ബുക്കിനകത്ത് തകർത്തടിച്ച് പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ അവർക്ക് കേൾക്കുന്നതിന് ശകലം ബോധം വേണ്ടേ? സ്തോത്രം. പോട്ടെ. ഇപ്പം സഹോദരിമാരും പാസ്റ്റർമാരായിട്ട് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ ഇതുപോലെ കേൾക്കുന്നില്ല, എനിക്കറിയാം. പോട്ടെ. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരാരും ആ പണി ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ ഭാഗ്യപദവിയിലേക്ക് പ്രാർത്ഥനയുള്ള വിഷയത്തിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. നീതിക്കാൻ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് അത് ഇത്രയെല്ലാം കാര്യമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഒക്കുന്നു. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ പ്രാർത്ഥന എന്താണെന്ന് അറിയണം, അത്ര ഞാൻ പറയുന്നുള്ളൂ. 34-ാം വാക്യത്തിൽ പറയാ, ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആഹാ, ഇങ്ങനൊക്കെയാണോ? എന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ബെഗർ, ബഖസ് എന്ന വാക്കിന്റെ അർത്ഥം ബെഗർ, ഒരു യാചകനെ പോലെ, ഭിക്ഷയാചിക്കുന്ന മനുഷ്യൻ ഇരിക്കുന്ന പോലെ. എവിടെ? പടിവാതിൽക്കൽ ജാഗരിച്ചിരിക്കുക. വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിന്താഗതിയോടുകൂടെ വാതിൽ കട്ടലക്കലും കാത്തും കൊണ്ട് കിടക്കുന്ന
ഒരു ബഗറിനെ പോലെ, യാചകനെ പോലെ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു കിടക്കുന്ന അനുഭവം. സ്തോത്രം. ഞാനിപ്പോ പറഞ്ഞ പദം വേറെ എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു കിടക്കുന്ന ഒരു യാചകൻ. ലാസർ. Praise the Lord. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കേട്ടോ? അപ്പൊ വാതിൽ കട്ടളക്കലും പടിവാതിക്കലും ഇങ്ങനെ നോക്കി കിടക്ക, യജമാന്റെ കണ്ണിലിട്ട് നോക്കി. വല്ലതും കിട്ടും. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിലും ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു. പത്രോസ് യോഹന്നാന് പറഞ്ഞവനായിട്ട് വല്ലതും കിട്ടും എന്ന് വിചാരിച്ച് അവരെ ഉറ്റുനോക്കി. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കുന്ന, എന്റെ പൊന്നെ, അതൊക്കെയാ സഹിക്കാൻ വയ്യാത്തത്. പത്രോസ് ആണെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഏറ്റവും സീനിയർ, യോഹന്നാനാണെങ്കിൽ ഏറ്റവും ജൂനിയർ. ഇന്നെങ്ങാനും ആണെങ്കിൽ സീനിയർ നീ ഉറ്റു നോക്കണ്ട, എനിക്കറിയാൻ, നോക്കാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ വാക്യം പറഞ്ഞ പത്രോസ് യോഹന്നാനോട് കൂടെ ഉറ്റുനോക്കുന്ന. അതുകൊണ്ടാണ് അവൻ എഴുന്നേറ്റ് പോയത്. ഇവിടെ ഇപ്പൊ ഈ ജൂനിയേഴ്സിനെ നോക്കാൻ സമ്മതിക്കുകയല്ലോ, സീനിയേഴ്സ് മാത്രമുള്ള നോട്ടമാണ്. എന്ത് ചെയ്താ ജൂനിയേഴ്സിനെ കൂടെ കൊണ്ടുപോവോ? അതൊക്കെ ഒത്തിരി നമുക്ക് പ്രാക്ടിക്കൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. പത്രോസിന് ഏറ്റവും ജൂനിയറായ യോഹന്നാനെ കൂടെ കൊണ്ടു നടക്കുന്നതിനകത്ത് യാതൊരു ആക്ഷേപം തോന്നിയില്ല. അങ്ങനെ വേണമെന്നേ. ജൂനിയേഴ്സിനെ കൂടെ കൊണ്ടു നടന്ന് പലതും പഠിപ്പിച്ചും ടീച്ച് ചെയ്തും അവനെ വളർത്തിയെടുത്തോണ്ട് വരണം. അല്ല അവനെ അടിച്ചു ഒതുക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കുമ്പോൾ അല്പം ഒരു കാര്യമുണ്ട്. ഇപ്പം എന്താ പറയാ, പോപ്പായിരിക്കുന്ന അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ആള് ശ്രദ്ധിച്ചായിരുന്നോ? തന്റെ പിൻഗാമി ചെയ്ത കാര്യം, തന്റെ പ്രായാധിക്യ നിമിത്തം ശാരീരികമായ അസ്വസ്ഥത ഉള്ളത് കൊണ്ട് പോപ്പ് എന്ന സ്ഥാനം താൻ വിട്ട് അടുത്ത ആളിന് ആ സ്ഥാനം കൈമാറ്റം ചെയ്തു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഗതി അത് കേട്ടോ. അല്ലെങ്കിലും ഷാജി പാസ്റ്റർക്ക് ഒരു പൗരോഹിത്യ ബന്ധനം ഉണ്ടല്ലോ എന്ന് പറയരുതേ. ഞാൻ ചോദിക്കാം, നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ പെന്തക്കോസിൽ അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിലും വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ശാരീരികമായ അസ്വസ്ഥം ക്ലേശം ഉള്ളത് കൊണ്ട് ഞാൻ ഈ പദവിയിലേക്ക് വരുന്നില്ല, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തരായ മറ്റുള്ളവർ ചെയ്യട്ടെ എന്നും പറഞ്ഞ് സ്വയം ആ കസേര കൊടുത്തിട്ട് കർത്താവ് വരുന്ന ഒരു അനുഭവം നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ടോ? ഒരു സഭയിൽ നല്ല ഏതെങ്കിലും സഭയിൽ നല്ല കളിയായി. സ്തോത്രം. ഞാന് പോട്ടെ, നമുക്ക് ദിനവൃത്താന്തപുസ്തകത്തിലേക്ക് വരാം. അതാ നല്ലത്. സ്തോത്രം. അപ്പോഴേ ഒരു യാചകൻ പടിവാതിക്കൽ കാത്ത് കിടക്കുന്നത് പോലെ ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ജാഗരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മള് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പദം പഠിച്ചല്ലോ, ഷെൽ എന്ന പദം പഠിച്ചില്ലേ? വലിച്ചു പിടിക്കുക എന്നാണ്. വലിച്ചു പിടിക്കുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ യാക്കോബും ദൂതനും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടന്നല്ലോ. യാബോക്ക് കടവിൽ എന്ന് പറയുന്ന യോർദാന്റെ ഒരു ചെറിയ ബ്രാഞ്ചാണ്, അല്പം ആഴം കൂടിയ സ്ഥലമാണ് യാബോക്ക്. അവിടെ വെച്ചാണ് ഈ യാക്കോബും ദൂതനും കൂടെ ഒരു മൽപ്പിടുത്തം. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ നേരത്തെ ഇത് പറഞ്ഞതാ. പക്ഷെ ഒരു കാര്യം പറയാനായിട്ടാ, ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾക്കറിയാമോ? വളരെ ആവശ്യബോധത്തോടെ പ്രാർത്ഥനയാ ദൈവത്തെ കയറി ഒരാൾ പിടിച്ചാൽ
അവനെ അവോയ്ഡ് ചെയ്യാൻ ദൈവത്തിന് ഒക്കത്തില്ല. അതാ വിഷയം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കല്ലെങ്കിൽ അവിടെ വിഷയം. എന്നെ തൊട്ടത് ആര്? 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ എന്നെ തൊട്ടപ്പോൾ കർത്താവ് ചോദിച്ചില്ലേ? ആവശ്യബോധത്തോടെ ഒരുത്തൻ കയറി ദൈവത്തെ അങ്ങ് പിടിച്ചാൽ അവന്റെ കൈ തട്ടി മാറ്റിച്ച് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. അത് പരിഗണിച്ചിരിക്കും. യാക്കോബും തോന്നുന്ന മൽപ്പിടുത്തത്തിനകത്ത് ഉഷസാകുന്ന പോലെ എന്നെ വിടുക. നിങ്ങൾ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പഠനത്തിൽ പലയിടങ്ങളും ദൂതന്മാർ പ്രത്യക്ഷനായ രംഗത്തൊക്കെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയായിട്ടാണ് കാണുന്നത്. സ്തോത്രം. ദൂതന്റെ പ്രത്യക്ഷത പല നിലയിലാണ്. മുമ്പ് ഞാൻ ക്രിസ്മസിന്റെ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ നക്ഷത്രം ഇങ്ങനെ 8 കോണുമായിട്ട് നിൽക്കുന്ന നക്ഷത്രം അല്ല. നക്ഷത്രം വഴി കാണിച്ചെന്ന് പറഞ്ഞാൽ ദൂതൻ വഴി കാണിച്ചെന്നാണ് അർത്ഥം. അവിടെ നക്ഷത്രം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിചാരിങ്ങനെ കെടുങ്കത്തി മിന്നി നിൽക്കുന്ന നക്ഷത്രമാണ് നമ്മൾ ധരിച്ചുപോയി. നോ. പ്രഭാത നക്ഷത്രങ്ങൾ ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ആരെ കുറിച്ച് പറയുക? പ്രഭാത നക്ഷത്രങ്ങൾ ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. അതേതാ നക്ഷത്രം? ആർപ്പിടുന്ന നക്ഷത്രം ഏതാ? സ്തോത്രം. ദൂതനാണത്. അല്ല വാൽ നക്ഷത്രം ഇങ്ങനെ ചില പറഞ്ഞിട്ടല്ലോ, യൂ രാത്രി 9:30 ആകുമ്പോണ്ട് ആ വടക്കേ മൂല ഞാൻ ആകാശത്തോട്ട് നോക്കണം, ഇങ്ങനൊരു മിന്നായി പോകുന്ന കാണാം. ആ സമയത്തൊന്നും വെളിയിൽ ഇറങ്ങരുന്നൊക്കെ പറയല്ലേ പണ്ട്. പേടിച്ച് വെറുണ്ടാ നമ്മളിരിക്കുന്നത്. ചില കണ്ടില്ലേ, സന്ധ്യ ആകുമ്പോഴേ കഥവെല്ലാം അങ്ങ് അടയ്ക്കും. കൊതുകേറായിരിക്കാൻ അടയ്ക്കുന്ന നല്ലതാ. എന്നാ പലരും അതിനല്ല, അവനവന്റെ പറമ്പിലോട്ട് പോലും നോക്കാൻ പേടിയാ. കരിമുണ്ടക്കൊടിയൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് വേറെ ഏതാണ്ട് പോലെ തോന്നുന്നേ. നേരം വെളുക്കുമ്പോൾ കൊടിയായിട്ട് അവിടെ നിൽക്കുന്നത് കാണാം. അല്ല, അവിടെ ഒരു അനക്കം എന്നാണെന്ന് ആർക്കറിയാവും? സ്തോത്രം. പോട്ടെ, അങ്ങനെ ഒരു വാൽ നക്ഷത്രമൊന്നും അല്ലിത്. ദൂതനാണ്. ദൂതൻ അവർക്ക് വഴികാട്ടി. സ്തോത്രം. ക്ലിയർ ആയോ? ഇതൊന്നും അറിയാം. നമ്മള് ഇപ്പോഴേ പൈസ എല്ലാം മാറ്റി വെച്ചേക്കാം, നക്ഷത്രം മേടിക്കാനും പിന്നെ കെടുകാൻ കത്തിവെച്ച ബൾബ് ഇടാനും. പിന്നെ ഇടയില്ലേലും ആ സിറ്റൗട്ടിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചേ. നമുക്ക് വലിയ ആഘോഷമൊന്നുമില്ല. പിന്നെ പിള്ളേർക്കൊരു സന്തോഷം കിട്ടണം എന്നോർത്ത് ഇത് കത്തിക്കുന്നേ ഉള്ളൂ. കത്തിക്ക്. സ്തോത്രം. അല്ലേ? നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ തോന്നും. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? നമുക്ക് മടങ്ങി വരാം. ഈ വാക്യത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഒരു ആവശ്യബോധത്തോടെ ദൈവത്തെ ഒരാൾ അപ്രോച്ച് ചെയ്താൽ, ഇഫ് ഹി സീരിയസ്ലി അപ്രോച്ചിങ് ഹിം, ആവശ്യബോധത്തോടെ ഗൗരവത്തോടെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കൈ തട്ടി മാറ്റുന്നവനല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. നമുക്കറിയാം, യാക്കോബ് ഇപ്പൊ സർവ അനുഗ്രഹത്തോടെ മടങ്ങി വരികയാണെങ്കിലും അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. തന്റെ സമ്പത്ത് വർദ്ധിച്ചു, ഭാര്യമാരായി, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി, ആടുമാട് എണ്ണം കൂടി, എല്ലാം കൊണ്ടും താൻ എന്താ പറയാ സമൃദ്ധമായ ഒരു അനുഗ്രഹം മേടിച്ചുകൊണ്ടാപ്പം വരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും യാക്കോബ് പറയാ അതുകൊണ്ട് കാര്യമായില്ല, അതല്ല അനുഗ്രഹം. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കണം. അപ്പൊ ഈ കിട്ടിയതൊന്നും അനുഗ്രഹം അല്ലേ? ഭാര്യമാരെ കിട്ടി, ആടുമാടുകൾ കിട്ടി, കുഞ്ഞുങ്ങളെ കിട്ടി, സ്ഥിതിക്കെല്ലാം വ്യത്യാസം വന്നു. പക്ഷെ ഈ പാട്ട് ദൂതന് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ നിന്നെ വിടുക. അപ്പൊ കിട്ടിയതൊന്നും അനുഗ്രഹം അല്ലേ?
What do you think about that? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ 31-ാം തീയതി അല്ലേ പറയാനിരുന്നേ? പ്രിയരേ, ഞാൻ ലൂസിന്ന് കൂടി പോന്നപ്പോൾ വെറുങ്കയായിട്ടോടിയാണ് ഞാൻ എന്റെ അമ്മാച്ചനായ ലാബാന്റെ ഭവനത്തിനോളം തന്നെ വരുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം സാധിച്ചത്. അതേ പല വർഷങ്ങളിലായി അവിടെ അധ്വാനിക്കാൻ തക്കവണ്ണമായി ഇടയായി തീർന്നുവെങ്കിലും ഒരു ഭാര്യയെ കിട്ടുവാൻ ആഗ്രഹിച്ചു, എങ്കിലും 2 എണ്ണത്തെ തരുവാൻ തക്കവണ്ണമായി ഇടയായി തീർന്നല്ലോ അല്ലേ? ഒരാളിനെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നാണ് ഞാൻ വിചാരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിലും നിരവധി ആളുകളെ കിട്ടുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം സാധിച്ചു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാക്ഷ്യം പറയണ്ടേ? ആണല്ലോ. അയ്യട, നമ്മുടെ തക്കവണ്ണം പൊക്കവണ്ണം ക്യുബിക്കടി ഇല്ലെങ്കിൽ സ്വോത്രം. ഇതെല്ലാം ഉണ്ട്. പക്ഷെ യാക്കോബർ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതിന്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ കിട്ടിയതൊന്നും അനുഗ്രഹമല്ലേ? നമ്മൾ ദൈവനെ മാനിച്ചു. ദൈവനെ അത് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയില്ല. കണ്ടോടാ, ഞാൻ മുമ്പ് എന്റെ സ്ഥിതി ഇന്നതായിരുന്നു, എന്റെ സ്ഥിതി ഇപ്പൊ ഇത്രത്തോളമൊക്കെ ആയി. അത് 10 പേര് കേൾക്കണം. 10 പേര് അറിഞ്ഞെങ്കിലും ഒക്കുള്ളൂ. ഇല്ലേ നമുക്ക് ഒരു സമാധാനവും ഇല്ല. സ്വോത്രം. പോട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. ഇവിടെയാണ് റിയൽ ബ്ലെസ്സിങ് എന്താണെന്ന് അറിയുന്നത്. ആ അനുഗ്രഹം പേടിക്കാൻ നിന്നവനാണ്ട് ഇപ്പം അനുഗ്രഹം പേടിച്ചോണ്ട് നടന്നു പോണ പോക്ക് കണ്ടോ? മനസ്സിലായില്ല. ഉഷസ്തുതിക്കുന്നു എന്നെ വിടുക എന്ന് പറഞ്ഞു. ഉഷസ്തുതിക്കുന്നു എന്നെ വിടുക എന്ന് പറഞ്ഞിട്ട് വിട്ടോ? ഇല്ല. അവസാനം ദൂതൻ എന്തോ ചെയ്തു? യാക്കോബിന്റെ കൂടെയുടെ തടത്തിന് കയറി ഒരു പിടി പിടിച്ചു. ഉളുക്ക് വീണുപോയി. ആ കിട്ടിയ അനുഗ്രഹം ഉണ്ടെന്ന് പോയാൽ പോകായിരുന്നോ? ഒന്നുമില്ല, മാനവരേക്ക് നടന്നു പോകായിരുന്നു. അനുഗ്രഹം മേടിച്ചിട്ട് പോണ പോക്ക് കണ്ടോ? ഉളുക്ക് വീഴും. ഞാൻ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുമ്പോ ഉളുക്ക് വീഴുവോ? കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം, കഴിഞ്ഞ രാത്രികാലം ദൂതനുമായി മല്ല് പിടിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. എന്നെ അനുഗ്രഹിച്ചത് മാത്രമല്ല, ഉളുക്കം വീഴുവാൻ തൊക്കണമായിട്ട് ഇടയായി തീർന്നു. അല്ലേ? നിങ്ങൾ പറ. ഞാൻ അനുഗ്രഹം മേടിച്ചത് ഇപ്പൊ പോണ പോകും മുമ്പേ നല്ല സ്റ്റഡിയായിട്ട് നടന്നു പോകാനിപ്പാണ്ട് ഉളുക്ക് വീണവനായിട്ട് പോകുന്നു. അവനാണ് അനുഗ്രഹം കിട്ടിയത്. പറ. നമ്മളങ്ങനല്ല. ഉളുക്കുമായിട്ട് വന്നവൻ സ്റ്റഡിയായിട്ട് പോകണം. വഴുവി ഏതൊളുക്കം മാറ്റിത്തരുന്ന ഇടമാണിത്. നമ്മുടെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ഏതൊളുക്കും മാറ്റുന്ന ഇടമാണിത്. വരുവിൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. വിടുതൽ മഹോത്സവം തന്നെയാണല്ലോ ഉള്ളത് ഇപ്പം. വിടുതൽ മഹോത്സവം ആർക്ക്? നടത്തുന്നവന്. അല്ലാത്തവർക്ക് എന്തോ വിടുതല? സ്വോത്രം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യാക്കോബ് ആവശ്യബോധത്തോടെ തന്നെയാണ് ഒരു അനുഗ്രഹം എനിക്ക് വേണം. പ്രിയരെ, എനിക്ക് സമയമില്ലാത്തത് ഞാൻ അവിടെ തൊടുന്നില്ല. ഇത്രയും സമ്പത്തും കാര്യമെല്ലാം ഉണ്ടെങ്കിലും യാക്കോബിന് മനസ്സിലായി ഇതൊന്നും അല്ല അനുഗ്രഹം. കൃപയാ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതാണ് നമ്മൾ അനുഗ്രഹം. യാക്കോബിന് മനസ്സിലായി ഇതൊന്നും അനുഗ്രഹമല്ല. നോ, അനുഗ്രഹം ദൈവം തമ്പുരാൻ നേരിട്ട് തന്നേലേ ഒക്കത്തുള്ളൂ. അതാ പറയും, നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടുകയില്ല. എന്താരാ ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പൻ ചോദിച്ചു അതേ ചോദ്യം ദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്താ? യാക്കോബ് പറഞ്ഞു, എന്റെ പേർ യാക്കോബ് എന്ന. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, അല്ലല്ല, ഇനി ഇവന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യൽ എന്ന് വിളിക്കപ്പെടും. കണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ആവശ്യബോധത്തോടെ ഒരാൾ തമ്പുരാനെ കയറി പിടിച്ചാൽ ഉറപ്പാ അത് ഓവർടേക്ക് ദൈവം പോകത്തില്ല. ഷെൽ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, വലിച്ചു കുടിക്കുക എന്നുള്ളത്. പോട്ടെ, ഞാൻ ഈ ഭാഗം ഒന്ന് വേഗം കൺകുടിയാവുന്ന ആഗ്രഹിക്കുന്നു. പറഞ്ഞ ഞാൻ ഒന്ന് വേഗം ഒരു 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമേ. ഈ വാതിക്കൽ ഒരു ഭിക്ഷക്കാരൻ
എന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിന്തയോടെ കാത്തിരിക്കുന്നത്. അതിനാണ് ഞാൻ ഈ സദൃശവാക്യം 8-ാം അധ്യായം 34-35 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളക്കൽ കാത്തും കൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് ദൈവമുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? എങ്ങനെ ഒരു യാചകൻ വല്ലതും കിട്ടുമെന്ന് ചിന്തിച്ച് യജമാന്റെ കണ്ണിലേക്ക് നോക്കുന്നത് പോലെ ആദ്യം ഈ പഴയതെല്ലാം വിട്ടുതിരിഞ്ഞ് അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയതിനു ശേഷം ഒരു യാചകൻ യജമാന്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ വേണം നമ്മൾ തിരുമുഖം അന്വേഷിക്കാൻ. നമ്മൾ അങ്ങനെയല്ല. കർത്താവേ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ചെയ്തൊക്കെ കർത്താവ് അറിയുന്നല്ലോ. എന്റെ സമ്പത്ത് ചെലവിട്ടതും പണം ചെലവിട്ടതും ആരോഗ്യം ചെലവിട്ടതും ഒക്കെ അങ്ങേക്ക് അറിയാമല്ലോ. ഇതാ ശിഷ്യന്മാർക്കും പറ്റും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ പറയാം? ശിഷ്യന്മാർ അതുവരെ ചോദിച്ച അവരുടെ നാമത്തിൽ, അവരുടെ കെയർ ഓഫിലാണ്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങൾ ആക്കി, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു. അവർ ചെയ്ത കാര്യത്തിലെല്ലാം കെയർ ഓഫിലാ ചോദിച്ചു. മനസ്സിലായോ? നമ്മളെല്ലാം ചെയ്തതിന്റെ കെയർ ഓഫിലല്ല ചോദിക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് കിട്ടില്ല. ഏതോ ഒരു ഡിവൈസ് അൺമ്യൂട്ടാണല്ലോ, ശ്രദ്ധിക്കണേ, ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുന്നു. വല്ലതും കിട്ടുമെന്നുള്ള ചിന്തയോടെ യജമാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ തിരുമുഖം അന്വേഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യജമാനോട് കമാൻഡ് ഒന്നും ചെയ്യരുത്. കർത്താവേ, നീ ഇടപെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഇടപെട്ടില്ല നിങ്ങൾ എന്നാ സമൻസ് അയക്കുവോ? 23-ാം തീയതിക്കും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ സമൻസ് അയക്കുവോ സ്വർഗത്തിലോട്ട്? നിങ്ങളുടെ ആവശ്യം പറ. അത് പറയുന്നതിന് മുമ്പ് അറിയുന്ന ഒരു കർത്താവല്ലേ. സ്തോത്രം. ചില പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ സബ്ജക്റ്റ് പഠിപ്പിച്ച ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ, ചില പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ തമ്പുരാൻ വേരുണ്ടിരിക്കുക. വല്ല വിധേന ഇവനെ നാമ്യം പറഞ്ഞ് തീർത്താൽ മതി എന്നോർത്ത് വെരുട്ടിയാ നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥനയല്ലേ, അതിന്റെ ശൈലി പറഞ്ഞാൽ പോരെ? മതി. ആ രീതിയിൽ ചെയ്താൽ പോരെ? മതി. കർത്താവ് കേൾക്കുന്നേ. സ്തോത്രം. പിന്നെ ഈ കേൾക്കാതൊക്കെ വരും പിശാചി തടഞ്ഞാൽ ചിന്തിക്കരുത്. തടഞ്ഞെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ചിലരുടെ ചിന്ത നമുക്കൊന്നും തരാതെ, ഒരു കാര്യവും നമുക്ക് തരാതെ, നമ്മളെ പട്ടിണിക്കിട്ട് നമ്മൾ സഖി കെടുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന്. പ്രിയരെ, എങ്ങനെ ദൈവത്തിന് തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ ഒരു സോഴ്സ് ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മനസ്സിലായല്ലോ? സ്തോത്രം. എങ്ങനെ നമ്മളെ ഒന്ന് അനുഗ്രഹിക്കാം, അതിന് എന്താണ് ഒരു വഴിയുള്ളതെന്ന് നോക്കി നടക്കുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. അല്ലാതെ എങ്ങനെ നമുക്കൊന്നും തരാതിരിക്കാമെന്നുള്ളതല്ല. മനസ്സിലായോ? ചിലരുടെ ചിന്ത നമ്മൾ കിടന്ന് അങ്ങനെ മല്ല് പിടിച്ച് ഗുസ്തി പിടിച്ച് സമരം ചെയ്തതിലേ കിട്ടുള്ളൂ എന്നൊക്കെയാ. നോ, അങ്ങനൊരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ ലോകത്തിന്റെ ദൈവത്തെ സേവിച്ചാൽ ഈ ലോകത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും. സ്വർഗത്തിലെ ദൈവത്തെയാ സേവിക്കുന്നെങ്കിൽ സ്വർഗത്തിലുള്ളത് കിട്ടും. ഇത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഭൂമിയിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ഭൂമിയിലുള്ളത് കിട്ടും. സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിലുള്ളത് കിട്ടും. That's all. That's the difference. Nothing is more than that. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ നമുക്കൊന്നും കിട്ടാതിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന്?
നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടുന്ന് വേണ്ടാത്തവരുമല്ലേ? യെസ്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥന അടുത്ത നമുക്ക് ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം വെച്ചാൽ ഈ പ്രാർത്ഥന നമുക്കൊന്ന് വിശദമായിട്ട് പിന്നാലെ പഠിക്കാം. വളരെ ആഴമായി പഠിക്കേണ്ട ഒരു കാര്യമാണത്. സമയത്തിന്റെ അവലംബിച്ച് പോലെ ഇല്ലെങ്കിൽ പിന്നെ ദിവസം മാത്രമായിട്ടുള്ള നമുക്ക് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്നറിഞ്ഞിരിക്കുന്നല്ല, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങി ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രാർത്ഥന ദൈവപ്രസാദമുള്ളതും നമ്മൾ വിട്ടുകളഞ്ഞും പഴയലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ലാതെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവം അന്വേഷിച്ച് ദേശത്തിന്, നമുക്ക് മാത്രമല്ല ദേശത്തിനും സൗഖ്യം വരുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.